ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബലൂണും കുറച്ച് പേപ്പറും കുറച്ച് വൈറ്റ് സിമൻറ്റും കൊണ്ട് ഒരു അടിപൊളി ഒരു ഷോ പീസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമുക്കൊരു ആംഗ്രി ബേർഡിൻ്റെ മോഡലിലുള്ള ഒരു ഷോ പീസ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് വൈറ്റ് ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോള്, കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ വെള്ളം കൂടുതലും ഫെവിക്കോൾ കുറച്ച് മതി. പക്ഷേ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ബലൂണ് നമ്മൾ പൊട്ടിച്ചെടുക്കാൻ നേരത്ത് പേപ്പറൊക്കെ ചുരുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിച്ച് കുറച്ച് ഇത് ഫെവിക്കോൾ മാത്രം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത്, പിന്നെ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ബുക്ക് പേപ്പർ. അപ്പോൾ ഏറ്റവും നല്ലത് ബുക്ക് പേപ്പറാണ്. ബുക്ക് പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ന്യൂസ് പേപ്പർ എടുക്കുന്നത്. ന്യൂസ് പേപ്പറിനെക്കാട്ടി നല്ല കട്ടി കൂടുതലുള്ളത് ബുക്ക് പേപ്പറാണ്. അപ്പം ബുക്ക് പേപ്പർ നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഫെവിക്കോളിൽ പേപ്പർ നല്ലവണ്ണം മുക്കിയിട്ട് ബലൂണിന് പുറത്ത് നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്നത് ഏകദേശം ഒരു 3, 4, 5 ലെയറെങ്കിലും ഒരു ലെയർ ഒട്ടിച്ച് നല്ലവണ്ണം ഉണങ്ങിയിട്ട് സെക്കൻഡ് ലെയർ, അങ്ങനെ ഏകദേശം ഒരു 5 ലെയർ നല്ലവണ്ണം ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്ത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വയ്ക്കാൻ നേരത്ത് നല്ലവണ്ണം ഉണങ്ങിയിട്ട് അകത്തുള്ള ബലൂണ് നമുക്ക് പൊട്ടിച്ച് എടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു ബലൂണാണ് ഞാൻ എടുത്ത് സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ മുകൾ സൈഡിൽ ചെറുതായിട്ടൊന്ന് ആ ഹോളൊന്ന് കുറച്ചും കൂടി ഒരു വീതി കൂട്ടി കട്ട് ചെയ്ത് കളയാം. ഒരുപാട് വലുതാക്കണ്ട, ചെറിയൊരു വലിപ്പം കൂട്ടിയാൽ മതി. എന്നിട്ട് അടി സൈഡിലൊന്ന് ശകലം ഒന്ന് നിരപ്പ് വരത്തക്ക രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് തറയിലിരിക്കത്തക്ക രീതിയിൽ ഒന്ന് ആക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈറ്റ് സിമൻറ്റും വെള്ളവും കൂടെ ഒരു മീഡിയം കട്ടിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഹോളിനകത്തൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് സൈഡിൽ ഏകദേശം എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ഒഴിച്ചിട്ട് നല്ലവണ്ണം കറക്കി കൊടുക്കാം. കറക്കി എല്ലാ സൈഡിലും വൈറ്റ് സിമൻറ്റ് പറ്റി എന്നുള്ള ഉറപ്പ് വരുന്നതിന് ശേഷം സെക്കൻഡ് ലെയർ ഏകദേശം നമ്മൾ ഫസ്റ്റ് ഒഴിച്ചത് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അത് സെറ്റായി കാണും. നമുക്ക് തൊട്ടുമൊക്കെ അറിയാൻ പറ്റും നല്ല സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നല്ല സെറ്റാവും. അടുത്ത സെക്കൻഡ് ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 5-6 തവണ അല്ലെങ്കിൽ ഒരു 7 തവണ നല്ലവണ്ണം ഒഴിച്ച് നല്ലവണ്ണം കറക്കിയെടുക്കപ്പം അകത്ത് നല്ല കട്ടി കൂടി വരികയും ചെയ്യും. എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ കറക്കിയെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 6-7 തവണ ഞാൻ ഒഴിച്ചു കൊടുത്തതാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വെളി സൈഡിലുള്ള പേപ്പറെല്ലാം ഇളക്കി മാറ്റാം. പേപ്പറെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. ചിലത് പേപ്പർ ഇളക്കി മാറ്റപ്പോഴും ആ പേപ്പറിനകത്തുള്ള ചുളിവിൻ്റെ പാടൊക്കെ ചിലപ്പോൾ വീഴും. കാരണം അകത്ത് നല്ല ഉണക്ക് കൂടിപ്പോയിട്ടാണ്. പശ കൂടിപ്പോയാലും ഇങ്ങനെ വരും. അപ്പം അത് നമുക്ക് സുഖമായിട്ട് പേപ്പർ, സാൻഡ് പേപ്പർ 80-ൻ്റെ പേപ്പർ പിടിച്ച് ആ തടുപ്പൊക്കെ ഈസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ 80-ൻ്റെ പേപ്പർ പിടിച്ച് വലിയ തടുപ്പൊക്കെ ആണെങ്കിൽ ചെറിയ കത്തി ഉപയോഗിച്ചൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരണ്ടി കൊടുത്താൽ വലിയ തടുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്തായാലും ഫിനിഷിങ് കിട്ടത്തില്ല. ഫിനിഷിങ് കിട്ടാൻ വേണ്ടി നമ്മൾ രണ്ടാമത് ആ പേപ്പറെല്ലാം ഒന്ന് പിടിച്ചിട്ട് ചെറിയ ചെറിയ ഹോൾസൊക്കെ കാണും. അതിന് നമ്മൾ വൈറ്റ് സിമൻറ്റ് ഒരു ശകലം കട്ടിക്ക് ഒന്ന് കലക്കിയിട്ട് ബ്രഷ് കൊണ്ട് ഒരു 2 പ്രാവശ്യം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ വലിയ ഹോൾസിലൊക്കെ ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് കോരി ഒഴിച്ച് അവിടേക്കൊന്ന് നിരപ്പ് വരത്തക്ക രീതിയിൽ നല്ലോണം ബ്രഷ് ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു ദിവസം കൂടെ ഒന്ന് ഉണങ്ങാൻ വെച്ചേക്കേണ്ടി വരും. ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത് രണ്ടാമത് ഫിനിഷിംഗ് പേപ്പറും കൂടെ ചെയ്ത് നല്ലോണം ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റൂ.
ഇപ്പോൾ ഹോൾസിലും അടിസൈഡ് നിരപ്പില്ലെങ്കിൽ അടിസൈഡിലും കൂടെ കുറച്ച് കട്ടിക്ക് തന്നെ കോരി ഒഴിച്ച് കുറച്ച് നേരം വയ്ക്കുമ്പോൾ അത് സെറ്റായിക്കോളും. അത് കഴിഞ്ഞ് ഏകദേശം ഒരു ദിവസം ഫുള്ള് വെച്ച് വയ്ക്കുക. അപ്പം 150-ൻ്റെ ഫിനിഷിംഗ് പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ച് ആദ്യം ഒന്ന് പേപ്പർ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഫിനിഷ് ആയി കിട്ടില്ല, പെട്ടെന്ന് ഒരുപാട് നമുക്ക് പേപ്പർ ഇടേണ്ടി വരും. അപ്പോൾ അതിന് പകരം 80-ൻ്റെ വലിയ പേപ്പർ കൊണ്ട് ആ വലിയ ബ്രഷിൻ്റെ തടുപ്പൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ മൊത്തം സൈഡിലൊന്ന് പേപ്പർ പിടിച്ച് ഇടുക. അത് കഴിഞ്ഞിട്ട് 150-ൻ്റെ പേപ്പറും കൂടെ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തും കൂടെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഷോപ്പീസിൻ്റെ ആംഗ്രി ബേഡ്സിൻ്റെ ലുക്കിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആംഗ്രി ബേഡ്സിൻ്റെ ആ വായ ഭാഗത്ത് ചുണ്ട് ഭാഗത്തൊക്കെ വൈറ്റ് സിമൻറ്റ് ഒരു മീഡിയം, അതൊരു നല്ല മീഡിയം എല്ലാം നല്ല കട്ടിക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഇച്ചിരി കട്ടി കൂട്ടി തന്നെ നല്ലോണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കുന്ന മുമ്പേ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബലൂണിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിൽ ഒന്ന് ഗ്രിപ്പ് വരത്തക്ക രീതിയിൽ ഏതെങ്കിലും കത്തി എന്തെങ്കിലും കൊണ്ടുവന്ന് നല്ലോണം ഒന്ന് ചുരണ്ടിയിട്ട് വേണം അത് ഒന്ന് വയ്ക്കാൻ. എന്നിട്ട് അതിൻ്റെ തലയുടെ ഭാഗത്ത് വരുന്ന ആ തൂവലിൻ്റെ അവിടെയും കൂടെ ഒരു പൊക്കം വരത്തക്ക രീതിയിൽ അവിടെയും കൂടെ വൈറ്റ് സിമൻറ്റ് വയ്ക്കാം. എന്നിട്ട് ഇനി ആ ചുണ്ട് ഭാഗം നമുക്ക് 4 സൈഡിലും ഒട്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സെൻറ്റർ ഭാഗം കൂർപ്പിച്ച് വെച്ച് 4 സൈഡിലോട്ടും ചരിച്ച് നമ്മൾ ബലൂണിൻ്റെ ആകൃതിയിലിരിക്കുന്ന അതിന് മാച്ചാവത്തക്ക രീതിയിൽ ഉള്ള വലിപ്പത്തിന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ചുണ്ട് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി ആ തലയുടെ ഭാഗത്ത് വരുന്ന തൂവലിൻ്റെ അവിടെയും കൂടെ ഏകദേശം വീതി കുറച്ച് തന്നെ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ വെച്ച വൈറ്റ് സിമൻറ്റ് ഉണങ്ങി കാണും. അപ്പം കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ എളുപ്പമാണ്, കുറേശ്ശെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് അകത്തും കൂടെ ഒരു ചെറിയ 3 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഒരു ദിവസം കൂടെ ഒന്ന് ഉണങ്ങാൻ വെച്ചേക്കേണ്ടി വരും, എന്നാലേ നമുക്ക് പേപ്പർ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമത് വെച്ച വൈറ്റ് സിമൻറ്റ് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ചെറിയ 150-ൻ്റെ പേപ്പറും കൂടെ പിടിച്ച് ആ എൻ്റെയൊക്കെ തടുപ്പൊക്കെ ഉള്ളതെല്ലാം ഒന്ന് പേപ്പർ പിടിച്ച് വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡും പേപ്പറൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കളറാണ്. കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ ആക്രിലിക്കിൻ്റെ റെഡ് കളറാണ് എടുക്കുന്നത്. അപ്പോൾ എടുക്കുന്ന എല്ലാ പെയിൻറ്റും ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. ആക്രിലിക്കിൻ്റെ റെഡ് എല്ലാ സൈഡിലും അടിസൈഡിലും എല്ലാ മൊത്തത്തിൽ കവർ ചെയ്ത് ഒരു കോട്ട് ആദ്യം അടിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ആക്രിലിക്കിൻ്റെ യെല്ലോ എടുത്ത് ചുണ്ട് ഭാഗമൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ യെല്ലോ കളർ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇനി അടുത്ത് നമുക്ക് ആ കണ്ണിൻ്റെ ഭാഗം കൂടെ ഒന്ന് വരച്ചെടുക്കണം. അതിനുവേണ്ടി പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ആ ചുണ്ടിൻ്റെ മുകൾ ഭാഗത്ത് കണ്ണിൻ്റെ ഭാഗം ഒന്ന് റൗണ്ട് ഷേപ്പിൽ തന്നെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് ആക്രിലിക്കിൻ്റെ വൈറ്റ് പെയിൻറ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ആ 2 സൈഡിലും കണ്ണിൻ്റെ ഭാഗത്ത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് CD മാർക്കറാണ്. CD മാർക്കർ ഉപയോഗിച്ച് ആ കണ്ണിൻ്റെ മുകൾ ഭാഗത്തുള്ള തൂവലിൻ്റെ ഭാഗമൊക്കെ വരുന്ന അവിടെ ഒന്ന് വരച്ചെടുക്കുക. CD മാർക്കർ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ വെള്ളം നനഞ്ഞാലും ഇളകി പോകില്ല. ഇപ്പോൾ ഏകദേശം പെയിൻറ്റിൻ്റെ അതേ കണക്ക് തന്നെയാണ് ആ കണ്ണിനകത്തും വരയ്ക്കേണ്ടത്. അതെല്ലാം കഴിഞ്ഞിട്ട് ക്ലിയർ വാർണിഷും കൂടെ ഒരു കോട്ട് അടിച്ചു കൊടുത്താൽ കാണാൻ നല്ല വൃത്തിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.